ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓസം ഡ്യൂഡ്സ്. നമ്മളിന്ന് പോകുന്നത് കായലിലോട്ടാണ്. ഞങ്ങൾ അമ്മേൻ്റെ വീടിനടുത്തുള്ള ഒരു കായലിലോട്ടാണ് പോകുന്നത്. കക്ക വാരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. വാരാൻ പറ്റുമോ ഇല്ലേന്ന് അറിയത്തില്ല, അത് കുറച്ച് സ്കില്ലൊക്കെ ഫ്ലോപ്പ് ആവോ ഇല്ലേന്നും അറിയത്തില്ല. ചെന്നതിന് ശേഷം കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾ മുങ്ങും, കുളിക്കും, നനയ്ക്കും ഒക്കെ ചെയ്യും. പക്ഷെ കിട്ടുമല്ലെന്നൊന്നും അറിഞ്ഞൂടെ. അതൊക്കെ ഞങ്ങൾ പോണ വഴി കാണാം. ഞങ്ങൾ ഇറങ്ങാൻ 2:30 പോവാമെന്ന് ഞങ്ങൾ മണി 3 ആയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇറങ്ങുക, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഗൈസ്, നമ്മൾ ഫൈനലി കായലിൽ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴി മുമ്പ് മൊത്തം കാടായിരുന്നു, ഇപ്പം മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നല്ലപോലെ നടന്നു വരാൻ പറ്റത്തില്ലായിരുന്നു. മുൻപ് ഇവിടെ വന്നപ്പോൾ ഇത്രയും ഭംഗിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ മൊത്തം കാട്, പാമ്പ്, വൃത്തിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ഭംഗിയായി കിടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. എടുക്കായിരുന്നാ കക്കേരെ ഇത് കാലിക്കൊണ്ട മുറിയൂലേ. അങ്ങനെ നമ്മൾ കായലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മൊത്തം കക്കയുടെ തോട് കിടക്കുവാണ്. അപ്പം തന്നെ മനസ്സിലായി കാണും ഇവിടെ മൊത്തം കക്കയുണ്ടെന്ന്. നമുക്ക് ഇറങ്ങി നോക്കാം, കിട്ടുമായിരിക്കും. നമുക്ക് കായലിൽ മുങ്ങി കക്ക എടുക്കാൻ അറിയില്ലെങ്കിലും കൂടെ വരുന്നവർക്ക് നന്നായി അറിയാം. അപ്പം അത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. നോക്കൂ ഗൈസ്, അതെ അതെ. അങ്ങനെ കുറേ പേരൊക്കെ കായലിൽ ഇറങ്ങി കക്ക വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ പേരൊക്കെ കരയിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. എല്ലാവരും ഇറങ്ങിയിട്ടില്ല. കുറച്ച് പേർക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ നന്നായി പേടിയുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളത്തിൽ നിൽക്കുന്നവരെയൊക്കെ കണ്ട ധൈര്യത്തിൽ ബാക്കിയുള്ളവർ ഇറങ്ങി. അതിന് ഒത്തിരി സ്ഥലം വേണോടി, വെള്ളം തെറിപ്പിക്കാടാ. കക്ക ഇതുവരെ കിട്ടിയിട്ടില്ല. കൈ നനഞ്ഞിട്ടില്ല ഇതുവരെ. കൈ എങ്ങനെയോ മുറിഞ്ഞു ഗൈസ്, പാറക്കല്ലിൽ എന്തോ കൊണ്ട്. ഗൈസ് ഇത് നോക്കൂ, നമ്മൾ എടുത്തല്ല, ബാക്കിയുള്ളവരെടുത്ത് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ കാണുക. കുഞ്ഞനിയനെ നോക്കൂ ഗൈസ്, നോക്കൂ നോക്കൂ നോക്കൂ, നാണമാണ്. ഇവിടെ വെച്ചിട്ട് രണ്ടുപേരും കൂടി താങ്ങിയടാ ഈ കുട്ടിയല്ലത്. അങ്ങനെ നമ്മൾ കക്കയൊക്കെ വാരി തിരിച്ചു പോവുകയാണ്. അത്യാവശ്യത്തിന് അധികം കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കക്ക വാരാൻ അറിയാൻ വയ്യാത്തവരും ഇന്ന് കായലിലിറങ്ങി ബാക്കിയുള്ളവരെ നിന്ന് നോക്കി പഠിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ട്രൈ ചെയ്തത്. പിന്നെ ഈ പാസ് ചെയ്യുന്ന വഴി അല്പം ഡേഞ്ചറാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചാടി കടന്ന് വേണം അപ്പുറത്തോട്ട് എത്തുവാൻ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ചാടി ഇപ്പുറത്ത് കടന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കക്കയാണ് ഫൈനലി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ